ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്മ കുട്ടീനെ കൊല്ലുക, രണ്ടാനച്ഛൻ കുട്ടീനെ കൊല്ലുക, അമ്മേൻ്റെ കാമുകൻ കുട്ടീനെ കൊല്ലുക. കുഞ്ഞു കുട്ടികളോടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടി മറ്റൊരാളിൽ ഏറ്റവും കംഫർട്ടബിളായിട്ടിരിക്കുക, നമ്മളില്ലെങ്കിൽ പോലും അവരെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു ബ്ലെസ്സിങ് ആണ് അല്ലേ? നമ്മളില്ലെങ്കിൽ പോലും അത്രയും സ്നേഹവും കരുതലും ഒക്കെ അവർ കൊടുക്കുന്നുകൊണ്ടായിരിക്കില്ലേ അവൾ അത്രയും കംഫർട്ടബിളായി അവിടെ ഇരിക്കുന്നുണ്ടാവുക. മാമിയും ഏച്ചിയും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും മാമനും അതുപോലെ തന്നെ പല്ലശ്ശന വീട്ടിലുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിലുപരി എന്നെ ഹാപ്പി ആക്കിയത് എൻ്റെ എക്സാം ഓർത്ത് വെച്ച് എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ സായും എൻ്റെ ദീദീനെയാണ് കേട്ടോ. എക്സാമൊക്കെ ഈസി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് സ്മൂച്ചൂറിലേക്കാണ് കേട്ടോ. അവിടുന്ന് അവരുടെ 2 സിഗ്നേച്ചേഴ്സൊക്കെ വാങ്ങി ഇറങ്ങി. ഇത് ഉള്ളിയേരി മലബാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ടേസ്റ്റൊക്കെ ഭയങ്കര ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് കുറച്ച് തലവേദനയൊക്കെ പോലെ തോന്നി. ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു അവോക്കാഡോൻ്റെ ഷേക്കും ഒരു ഷവർമയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അമ്മേനെ വിളിക്കാൻ MMCയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അമ്മേനെ പിക്ക് ചെയ്ത് നേരെ വീട്ടിലെത്തി. വന്നപ്പോൾ ഇതാ ഐറ ബേബി ഇതാ ചിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ മാമിയും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് സത്യമായിട്ട് എനിക്കറിയില്ല. കാരണം അവരവരുടെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും മേജർ പാർട്ട് മുഴുവൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അത്രയും സ്നേഹത്തിൽ കരുതലിൽ അവളെ നോക്കുക. അതിലുപരി എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വന്ന സന്തോഷത്തിൽ കുറച്ച് നേരം എൻ്റെ കൂടെ കളിച്ചെങ്കിലും പിന്നീടുള്ള സ്ഥിരം ചോദ്യമായി അമ്മ മുട്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവൾക്കൊരു കേക്ക്, അതായത് അവരുടെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിതാ കേട്ടോളൂ. അപ്പോൾ ഇത്രയുള്ളൂ.